നമ്മുടെ ഫ്രീ ഫയറിലുള്ള റൈസ്റ്റാറിന് SK സബീർ ബോസിന് എന്തിന് അങ്കുഷ് FF അതുപോലെ തന്നെ B2K എന്നിങ്ങനെ കുറേ അധികം ആൾക്കാർക്ക് ഉണ്ട്. എന്നാൽ എനിക്ക് മാത്രമില്ല. അതെന്താണെന്നല്ല നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. അത് വേറൊന്നുമല്ല മക്കളെ, നമ്മളെ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു അനിമേഷൻ പേരില്ലേ, അത് എനിക്ക് മാത്രമില്ല, എൻ്റെ കുറേ നാളത്തെ ആഗ്രഹം കൂടിയായിരുന്നു അത് എടുക്കണമെന്ന്. നോക്കണേ, ഇപ്പോൾ ഒരു അടിപൊളി ഒരു അനിമേഷൻ വന്നിട്ടുണ്ട്. പോരാത്തതിന് എൻ്റെ കയ്യിലാണെങ്കിൽ കുറേ അധികം ഡയമണ്ടും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളിന്ന് ഈ വീഡിയോയിൽ വേറെ ഒന്നുമല്ല, അത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ഡ്രോപ്പ് വന്നിട്ടുണ്ട്, ആ ഡ്രോപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കണ ആകെപ്പാടെ ഒരു 1200 ഡയമണ്ട് ഉണ്ട്. ഇപ്പോൾ ഡ്രോപ്പ് കൂടെ എടുത്തപ്പോൾ 1500 ഡയമണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ധൈര്യത്തിൽ സ്പിൻ ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാനാണെങ്കിൽ ആദ്യം തന്നെ സ്പിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ എനിക്കാണെങ്കിൽ ആദ്യത്തെ സ്പിന്നിൽ തന്നെ ഇവിടെ നോക്കണേ 2 ടോക്കനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും നോക്കുന്നില്ല എന്ന് വേണ്ട, നമ്മൾ വീണ്ടും ഒരു 9 ഡയമണ്ട് കൊടുത്ത് അടുത്ത സ്പിന്ന് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ഇതിലെങ്കിലും എനിക്ക് കരിനത്തെ എന്നാൽ മതിയായിരുന്നു. കാരണം എൻ്റെ ഈ അക്കൗണ്ടിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഗൈസ്, ലെക്ക് പറഞ്ഞാൽ തീരെ ലെക്കില്ലാത്തൊരു അക്കൗണ്ടാണ് കേട്ടോ. കാരണം ഞാൻ മറ്റേ വൺ പഞ്ചിമാൻ്റെ M80 സ്കിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 500 ഡയമണ്ട് ടോപ്പപ്പ് ചെയ്തു. പക്ഷേ എൻ്റെ കരിനെ തേച്ചു ഒട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 4 ടോക്കൺ തന്നിട്ട് 5ാമത്തെ ടോക്കൺ കിട്ടിയാലേ നമുക്ക് ഷോർട്ട് ഗണ്ണിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അങ്ങനൊരു അവസ്ഥ അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല ഗൈസ്. കാരണം ഞാൻ ഡ്രോപ്പ് എടുത്ത ഡയമണ്ട് അടക്കം ഇല്ല, 500 രൂപ കൊടുത്തിട്ട് ടോപ്പപ്പ് ചെയ്ത ഡയമണ്ട് ആയിരുന്നു. അതാണ് നമ്മുടെ കരിനെ തേച്ച് പൊട്ടിച്ചത്. അതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലെങ്കിലും തന്നാൽ മതി എന്നാണ്. കാരണം നമ്മളെ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന അനിമേഷൻ പറയുമ്പോൾ അതൊന്നും വേറെ ലെവൽ തന്നെയാണ്. അതിനു വേണ്ടിയാണ് ഗൈസ്, എൻ്റെ ചെക്കനാണ് അപ്പുവാണ് ഇത് പറഞ്ഞത് അനിമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവനക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടുന്നുണ്ട് എല്ലാം. പക്ഷേ അതേപോലെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും കറക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന അതിൽ കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കണേ. അപ്പോൾ ഇനി എന്തായാലും ഒന്നും നോക്കാണ്ടെന്ന് പറഞ്ഞിട്ട് ഗൈസ് നമ്മൾ ഒന്നും നോക്കുന്നില്ല, കണ്ടും പൂട്ടിയാണ് പടപട സ്പിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് കരുതുക. ഒറ്റ മൈൻഡ് ഗൈസ്, കിട്ടിയാൽ സൂപ്പർ, ഇല്ലെങ്കിൽ പോട്ടെ എന്ന് കരുതി നമ്മൾ സ്പിൻ ചെയ്യുകയാണ്. നോക്കണേ, എൻ്റെ കയ്യിലാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എൻ്റെ കയ്യിലാണെങ്കിൽ 1500 ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പേടിക്കാണ്ട് സ്പിൻ ചെയ്യുക. പക്ഷേ അതിൻ്റെ എന്തായാലും അവസാനം കിട്ടുമെന്ന് എനിക്കറിയാം. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയാൽ അത്രയും നല്ലത്. ഇനി ഞാൻ സ്പിൻ ചെയ്യാൻ വേണ്ടി പോകുന്ന 199 ഡയമണ്ടിൻ്റെ സ്പിന്നാണ് ഗൈസ്. എനിക്ക് ഇതിനെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഓ മൈ ഗോഡ് ഗൈസ്, സാധനം ഫൈനലി കിട്ടി ഗൈസ്. ഒന്നും പറയില്ല, വിഷയം ഏതാല്ലേ അനിമേഷൻ, ഒന്നും പറയില്ല ഗൈസ്, വിഷയം അനിമേഷനാണ്, ഒന്നും പറയില്ല. ഓ മൈ ഗോഡ് ഗൈസ്, എനിക്കിത് കിട്ടുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം എന്നെ എല്ലാ വട്ടം ഗരീനെ തേക്കുകയാണ്. പക്ഷേ ഈ വട്ടം എന്താണെന്ന് അറിയില്ല, ഗരീനയ്ക്ക് മനസ്സറിഞ്ഞിട്ടാണോ എന്നറിയില്ല. ചെക്കമണ് മോലിച്ചത്ത പോലെ ഗൈസ്, നമുക്കിനി എന്താണെന്നറിയില്ല. ലാസ്റ്റ് 3 സ്പിൻ ഉണ്ടായിരുന്നു, അതിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സാധനം. ഇനി നമ്മളെ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു പവർ ഒന്ന് വേറെ തന്നെയാണ് ഗൈസ്. കാരണം ഇതൊക്കെയാണ് ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്, പക്ഷെ ഇത് കിട്ടാണ്ടാകുമ്പോൾ വേറൊരു സങ്കടം കൂടിയാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഈ അനിമേഷൻ എത്ര ഡയമണ്ടാണ് കിട്ടിയെന്ന് ഒന്ന് മറക്കാതെ ഒന്ന് ഗസ് ചെയ്തൊന്ന് പറയും. ആരാണ് കറക്റ്റായി പറയുന്നവർ, കറക്റ്റായിട്ട് പറയുന്ന ആൾക്ക് ഒരാൾക്ക് റെഡിയും കോഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഗിവ് അവ കൊടുക്കുന്നതായിരിക്കും. അതും 50ൻ്റെ റെഡിയും കോഡാണ്. അപ്പോൾ എത്ര ഡയമണ്ടാണ് എൻ്റെ ടോട്ടലി പൊട്ടിയെന്ന് കറക്റ്റായിട്ട് വീഡിയോ നോക്കിയവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് തെറ്റാണ്ട് പറയുന്ന ആദ്യത്തെ ഒരു 3 പേരിനെ ഞാൻ സെലക്ട് ചെയ്യും. അതിലൊരാൾക്കായിരിക്കും നമ്മൾ 50ൻ്റെ റെഡിയും കോഡ് കൊടുക്കുക. അപ്പം എല്ലാവരും മസ്റ്റായിട്ട് എത്ര ഡയമണ്ടാണ് പൊട്ടിയെന്ന് കമൻ്റ് ആക്കാൻ മറക്കല്ലേ. കിട്ടിയ 50ൻ്റെ റെഡിയും കോഡ് പോയ ഒരു കമൻ്റ് അല്ലേ. അപ്പോൾ എല്ലാവരും മാക്സിമം കമൻ്റ് ഇടുക. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റിലൂടെ ആയിരിക്കും നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും കമൻറ്റ് ഇടുക. അതുപോലെ തന്നെ നിങ്ങളുടെ കിട്ടാത്ത ഫ്രണ്ട്സിനായിക്കോട്ടെ, അതുപോലെ തന്നെ ഈ ഇവൻ്റിൽ നിന്ന് എത്ര ഡയമണ്ട് പൊട്ടുക അങ്ങനെയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരോടും ഇതുപോലെ എത്ര ഡയമണ്ട് കിട്ടിയെന്ന് ഒന്ന് മറക്കാമെന്ന് കമൻറ്റ് ഇടുക. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനെങ്കിലും കിട്ടിയെന്ന് ഒരു ചെറിയൊരു ആശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിന് കിട്ടിയല്ലോ, അതിന് സമാധാനം. അങ്ങനെ ഒരു ചിന്താഗതിയുള്ള ഫ്രണ്ട്സിന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇനി നമ്മൾ അടുത്ത വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും ബൈ ഗൈസ്.